ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുത്താറി കൊണ്ടുള്ള ഒരു കുഴക്കട്ടയാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഞാനിവിടെ 1 ഗ്ലാസ് മുത്താറി എടുത്തിട്ടുണ്ട്, ശർക്കര ഉരുക്കിയത്, ഏലക്കായ, വെള്ളം, കുറച്ച് ഉപ്പ്, തേങ്ങ, നെയ്യ്. ആദ്യം തന്നെ ഞാൻ മുത്താറിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചായിട്ടാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് ഇതും ഒന്ന് മിക്സാക്കണം. ഇനി ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ കുഴക്കട്ടക്ക് ആക്കുന്നത് പോലെ തന്നെ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം വേണം. ഈ മുത്താറി എന്ന് പറയുന്നത് തന്നെ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അങ്ങനെ ഇത് ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിന് വേണ്ട ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഉരുകി വരണം. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഉരുക്കിയ ശർക്കരയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഈ തേങ്ങ മിക്സ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് വരെ വെക്കണം. തണുക്കണ്ടിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഓരോ ഉരുട്ടിയായി ഉരുട്ടി ഇനി ഇത് ഇതേപോലെ പരത്തി കൊടുക്കണം. ഇതേപോലെ ആക്കി ഇനി ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. ഇത് കുറച്ചായി വെച്ച് കൊടുക്കാം. ഇത് ഇത്രയേ വേണ്ടൂ. എന്നിട്ട് ഇതേപോലെ ആക്കി ഇനി ഉരുട്ടി കൊടുക്കാം. എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്.
ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലൊരു തട്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായി ഈ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി കൊഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുത്താറി കൊഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദുർഗാ പൂജ സ്പെഷ്യൽ ഡിഷാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം.